കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനം സമുചിതമായി ആഘോഷിച്ചു. ദേശീയ സംസ്കൃത വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. ശ്രാവണ മാസത്തിലെ പൗർണമി ദിനമാണ് വിശ്വ സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് സംസ്കൃത ദിനം ആഘോഷിച്ചത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സംസ്കൃതം പഠിക്കുന്ന സ്കൂളുകളിലൊന്നാണ് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്കൃത ഭാഷയിൽ നടന്ന അസംബ്ലിയിൽ സംസ്കൃത വാരാചരണ സന്ദേശ കാർഡുകൾ വിതരണം ചെയ്താണ് പരിപാടി ആരംഭിച്ചത്. PTA പ്രസിഡന്റ് വിനോദ് കുമാർ ആദ്യ കാർഡ് കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ മേലത്ത് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയിലെ 1969 മുതൽ ഈ ഗുരു പൂർണിമ ദിവസം സംസ്കൃത ദിനമായി ആചരിക്കുകയാണ്. പുരാണ ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം. നമുക്കറിയാം, അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് അതിനെ വിശ്വഭാഷയായി കരുതുന്നത്. ഇന്ന് നമ്മുടെ സ്കൂളിലെ 750ഓളം കുട്ടികൾ, പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ 750 കുട്ടികളാണ് ഏകദേശം സംസ്കൃതം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൽ ഈ സംസ്കൃത ദിനം ആചരിക്കപ്പെടണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വേണുനാഥൻ സംസ്കൃത ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥിയായ നിരഞ്ജന സംസ്കൃത ഭാഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. MG വേദിക സംസ്കൃത വാർത്താവതരണം നടത്തി. നിരാമയ, സുദർശൻ, ആദിദേവി എന്നീ കുട്ടികൾ സംസ്കൃത ഭാഷയുടെയും സംസ്കൃത ദിനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി U ഗീത, സംസ്കൃതാധ്യാപകരായ P ഗോപികൃഷ്ണൻ, KT ഹരികൃഷ്ണൻ, M അനന്തൻ, K ശ്രീവല്ലി എന്നിവർ സംസ്കൃത ദിനാചരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.